നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജന്റീൻ താരങ്ങൾ കോപ്പ അമേരിക്കയുടെ ആഘോഷത്തിൻ്റെ സമയത്ത് ബസ്സിലിരുന്നു കൊണ്ട് ഫ്രഞ്ച് താരങ്ങളെ വംശീയമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ ചാൻഡ് പാടിയത് വലിയ വിവാദമായിരുന്നല്ലോ. എൻസോ ഫെർണാണ്ടസ് അത് തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ലൈവ് ഇടുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് വലിയ കോലാഹലങ്ങൾ ഉണ്ടായി. ചെൽസിയിലെ ഫ്രഞ്ച് താരങ്ങൾ എൻസോക്കെതിരെ തിരിയുന്ന കാഴ്ച, അവർ പോസ്റ്റ് ഇടുന്ന കാഴ്ച ഒക്കെ നമ്മൾ കണ്ടു. ചെൽസി ഇൻറ്റേർണലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫിഫയും ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ റോദ്രിഗോ ഡിബോൾ പറയുന്നത് എൻസോയുടേതല്ല പ്രശ്നം ചെൽസിയുടെ ഈ ഫ്രഞ്ച് താരങ്ങളുടേതാണ്. അവർ വീണ് കിടക്കുന്ന ഒരാളെ ചവിട്ടുന്ന പോലെയാണ് ചെയ്തത്. എൻസോ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടായിരുന്നെങ്കിൽ, അവർക്കത് കൊണ്ടിട്ടുണ്ടെങ്കിൽ, അവർ ഒഫൻഡഡ് ആയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ? നേരിട്ട് പോയി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയാണോ? അല്ല, എൻസോയെ വിളിക്കുകയല്ലേ വേണ്ടത്. എന്നിട്ട് എൻസോയോട് അതിൽ മാപ്പ് പറയാൻ വേണ്ടി പറയുകയല്ലേ ചെയ്യേണ്ടത്. ഇവരിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താ? ഇത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിരിക്കുകയല്ലേ എന്നാണ് റോദ്രിഗോ ഡിബോളിൻ്റെ വാദം. ഡിബോൾ അർജന്റീൻ മാധ്യമത്തിലൂടെ സംസാരിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. എനിക്ക് മനസ്സിലാകും, ഇപ്പോൾ ഈ റേസിസം അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകും. പക്ഷേ ഞാൻ വിചാരിക്കുന്നു എൻസോയുടെ ടീംമേറ്റ്സ് അവർക്കത് കൊണ്ടിട്ടുണ്ടെങ്കിൽ, ഒഫൻഡഡ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? അവർ എൻസോയെ വിളിക്കണം, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ നേരിട്ട് പോയി പോസ്റ്റ് ഇടുകയല്ല. ഞാൻ വിചാരിക്കുന്നത് ഇത് മറ്റെന്തോ ഉദ്ദേശിച്ചാണ് അവർ ശ്രമിക്കുന്നത്. ഇത് മറ്റൊരു രൂപത്തിലേക്ക് വളർത്തിയെടുക്കാനായിരുന്നു. ഇത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമാണ്. വീണ് കിടക്കുന്ന ഒരാളെ ചവിട്ടുന്ന പോലുള്ള പണിയാണ് അവർ കാണിച്ചത്. ഇപ്പോൾ എൻസോയെ അൺഫോളോ ചെയ്യുക എന്നുള്ളത് ഒട്ടും കാര്യമില്ലാത്തതാണ്, പോയിന്റ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിക്കാം, എന്നിട്ട് പറയാം ഈ ചെയ്തത് ശരിയായില്ല, നിങ്ങളൊരു മാപ്പ് എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് ഇടുന്നില്ല എന്ന് ചോദിക്കാം. അവിടെ ആ ഇഷ്യൂ തീരേണ്ടതാണ്. പക്ഷെ ഇത്തരത്തിൽ ചെയ്തത് തീർച്ചയായിട്ടും ഒട്ടും ശരിയായില്ല എന്നാണ് ഇപ്പോൾ ഡിബോൾ പറയുന്നത്. ചുരുക്കത്തിൽ ഈ ചാൻഡ് പാടിയതോ അത് പോസ്റ്റ് ചെയ്തതോ അല്ല, അതിനെതിരെ വെസ്ലി ഫൊഫാനെ പോലുള്ളവർ പോസ്റ്റ് ഇട്ടതാണ് തെറ്റായി പോയതെന്നാണ് ഡിബോൾ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.